എൻ്റെ നിലവിലുള്ള ഫാമിലിയിൽ ബുദ്ധിമുട്ട് ആകുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പുറത്ത് പറയണമെന്ന് ആഗ്രഹിച്ചത്. കൊല്ലം സുധിയുടെ ഇളയ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയാണ് ഞാൻ. ഇതിൽ കൂടുതലൊന്നും എനിക്കൊന്നും പറയാനില്ല. ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കും, സമൂഹത്തിന് മുമ്പിൽ നാണം കെടും. ഞാൻ വന്നപ്പോ സുധിച്ചേട്ടനും മോനും ഉണ്ട്, അവരൊരുമിച്ച് താമസിക്കുമായിരുന്നു കൊല്ലത്തെ വീട്ടിൽ. വരുമ്പോ സുചേട്ടൻ എന്നൊരു വാക്കുണ്ടായിരുന്നു, ഞാനുണ്ട് എന്നൊരു വാക്ക്. അച്ഛന്റെ കുറെ ന്യൂസ് എല്ലാരും ഇപ്പൊ കേട്ട് കാണും. എന്തിനാ വൗട്ട നിർത്തിക്കോണം? അന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത്, അന്ന് തന്നെ ഞാൻ ബ്ലോക്ക്. ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. പിന്നെ കുറെ കമന്റുകൾ വരുന്നുണ്ട്, എന്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 മുത്തുച്ചിപ്പി വായിച്ച ഒരു സംതൃപ്തി കിട്ടും എന്നൊക്കെയാണ്. അവിടെ ഈ പറഞ്ഞ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഹലോ, ഐ എം മുകേഷ് രാധാ മാധവ്. രേണു സുധിക്കെതിരെ തുറന്നടിച്ച് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് വീണ എന്ന് പറയുന്ന സുധിയുടെ രണ്ടാമത്തെ ഭാര്യ. പലരും വിചാരിക്കുന്നത് രണ്ടാമത്തെ ഭാര്യ രേഷ്മയാണെന്നാണ്. പക്ഷേ രേഷ്മ എന്ന രേണു അല്ല രണ്ടാമത്തെ ഭാര്യ എന്ന് തെളിയിക്കുന്ന രേഖയുമായിട്ടാണ് വീണ വന്നിരിക്കുന്നത്. അതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. ഒരുപക്ഷെ പലരും ചിന്തിക്കാം, എന്തിനാണ് ഈ വീണ എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതെന്ന്. അവർക്ക് വേറെ പണിയില്ലേ, രേണുവിനെ എന്തിനു ഉപദ്രവിക്കണം എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതിൻ്റെ കാരണം തെളിവ് സഹിതം വീണ പറയുന്നുണ്ട്. അതായത് സുധി മരിച്ചതിന് ശേഷം ഇതുവരെയും ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അതായത് സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും സുധിയെക്കുറിച്ച് ഒരു കാര്യവും പറയാത്തൊരു വ്യക്തിയായിരുന്നു ഈ വീണ. എന്നാൽ രേണു എന്ന് പറയുന്ന രേഷ്മയുടെ ചില പ്രചരണങ്ങൾ, അതായത് വീണ സുധിച്ചേട്ടനെ കല്യാണം കഴിച്ചിട്ടില്ല, സുധി എന്ന് പറയുന്ന കലാകാരൻ കൊണ്ടു നടന്ന വ്യക്തിയാണ് ഈ വീണ എന്ന് പറയുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ സഹപ്രവർത്തകർ വഴി അറിഞ്ഞത് മൂലമാണ് വീണ രംഗത്ത് വരുന്നത്. കൊല്ലം സുധിയുടെ ഇളയ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയാണ് ഞാൻ. ഇതിൽ കൂടുതലൊന്നും എനിക്കൊന്നും പറയാനില്ല. ഇത്ര എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളൂ. ഞാൻ വന്നപ്പോ സുധിച്ചേട്ടനും മോനും ഉണ്ട്, അവരൊരുമിച്ച് താമസിക്കുമായിരുന്നു കൊല്ലത്തെ വീട്ടിൽ. അവിടെ ഈ പറഞ്ഞ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. സോ ഞാൻ വന്നപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല അവരെ. പിന്നെ ഞാൻ എന്തിനാണ് അതിനെപ്പറ്റി പറയുന്നത്? എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ നിലവിലുള്ള ഫാമിലിയിൽ ബുദ്ധിമുട്ട് ആകുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പുറത്ത് പറയണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ ഫേസ് ഒരിക്കലും ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലിയെ ഒരുപാട് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇത് പുറത്ത് വെളിപ്പെടുത്തേണ്ട. എന്നിട്ടും ഞാൻ എൻ്റെ ഫേസ് കാണിച്ചില്ല. ഫേസ് കാണിക്കാതെ ഞാൻ വോയിസിലൂടെ വന്നു. പക്ഷേ അതിലൊന്നും എനിക്ക് ശരിയാകത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് ഫേസ് വെളിയിൽ കാണിക്കേണ്ടി വന്നു. അന്ന് രംഗത്ത് വന്നത് മുഖം കാണിക്കാതെയാണ് വന്നത്. ഒരുപക്ഷെ പലരും അന്ന് പറഞ്ഞിരുന്നു, മുഖം കാണിക്കാതെ ഇങ്ങനെ വന്ന് പറയാൻ നാണമില്ലേ, ഇവർ ഉടായിപ്പാണ് എന്ന രീതിയിലായിരുന്നു അന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം മുഖം കാണിക്കാതെ ഒരാൾ ഇത്രയും ആരോപണം നടത്തുമ്പോൾ അത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ അന്ന് ഈ വീണ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എനിക്ക് കുടുംബമുണ്ട്, ഹസ്ബൻഡുണ്ട്, കുട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കാൻ ഞാനില്ല, പക്ഷേ രേണു ഇത് നിർത്തണം എന്നുള്ള തരത്തിലായിരുന്നു വീണ പറഞ്ഞു വെച്ചത്. പക്ഷേ രേണു എന്ന് പറയുന്ന വ്യക്തി കൂട്ടാക്കിയില്ല. ചാനല മോടി നടന്നു, ഇതിനെക്കുറിച്ച് സംസാരിച്ചു, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, സുധിച്ചേട്ടൻ രണ്ടാമത് കല്യാണം കഴിച്ചത് എന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ വീണ്ടും നടത്തി. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? വീണ എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് രേഷ്മ എന്ന രേണു കുറച്ചൊന്ന് ഒതുങ്ങിയത്. എന്നിട്ടും വീണയ്ക്കേറെ പലരും സൈബർ ആക്രമണം അഴിച്ചുവിട്ടു. ഒരുപക്ഷെ ആ സമയത്താണ് മുഖം കാണിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരികയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തത്. ഇവിടെ അപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഇതുകൊണ്ട് ഇനി എന്താണ് പ്രയോജനമെന്ന്. ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടായിരിക്കാം അവർ രംഗത്ത് വന്നത്. എന്തായാലും വീണ പുതിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. രേണുസുധി പല സമയങ്ങളിലും സുധിച്ചേട്ടനെ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല വാക്കുകളും ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്പ്രേ ഉണ്ടാക്കുന്നു, ഇതൊക്കെ കാണുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ സ്പ്രേ ഉണ്ടാക്കുന്നു, ആ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? പുച്ഛം, അതാണ് തോന്നുന്നത്. ശരിയാണ്, ഇപ്പോൾ പലർക്കും അത് പുച്ഛമായിട്ടാണ് തോന്നുന്നത്. ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പലർക്കും അത് സ്വീകാര്യമായിരുന്നു. പിന്നീട് അങ്ങോട്ട് രേണുവിൻ്റെ പ്രവൃത്തി കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ രേണുവിൻ്റെ ബിഹേവിയർ കൊണ്ടായിരിക്കാം ആ പെർഫ്യൂം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് തോന്നിപ്പോയി. അതിന് മണമില്ല, അത് വാടയാണ്, അത് ബോഡിയിൽ അടിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പരസ്യമായിട്ട് പറയുമ്പോൾ എന്തിനാണ് പിന്നെ ഉണ്ടാക്കിയതെന്ന് പലർക്കും തോന്നാം. ഒരുപക്ഷെ രേണു പറയുന്നത് ശരിയായിരിക്കാം. എന്നാൽ ആ ഉണ്ടാക്കിയ രീതി, അത് തയ്യാറാക്കുന്ന വീഡിയോ, അത് കൊണ്ടുകൊടുക്കുന്ന വീഡിയോ, അതെല്ലാം പിന്നെ നാട്ടുകാരെ കാണിച്ചത് എന്തിനാണെന്ന് തോന്നിപ്പോയി. ഇവർ പറയുന്ന പലർക്കും ഉപകാരപ്പെടും എന്ന രീതിയിലാണ്. പക്ഷെ പിന്നീട് ആ സ്പ്രേയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ആദ്യം രേണുവിൻ്റെ ഈ നിലപാടിനോട് അനുകൂലിച്ച് തീരുമാനമെടുത്തവർ പിന്നീട് അത് മാറ്റുകയാണ് ഉണ്ടായത്. അത് തന്നെയാണ് വീണയും പറയുന്നത്. അത് കണ്ടിട്ട് എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഇവിടെ പലരും പറയുന്നത് അതെല്ലാം ഓവർ ആക്ടിങ് ആയിരുന്നു, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു, അങ്ങനെ കുറേ കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് തന്നെയാണ് വീണയും പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ മറ്റൊരു വിവാദമാണ്, ഇപ്പോൾ കിച്ചുവിനും ഋതുവിനും അവർക്ക് രണ്ടുപേർക്കും ഋതപ്പനും വേണ്ടിയിട്ട് ഒരു വീട് പണിയുന്നു. ആ വീടിനെ തെറ്റിയുള്ള ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാകുന്നു, ചോർച്ചയാണെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒരു അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞിട്ട് അനാഥരായ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീട് പണിതു കൊടുക്കുന്നതിൽ ഇത്ര വിവാദമാക്കിയപ്പോൾ ഇതൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല? എന്തായാലും സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്, ഫേസ്ബുക്കിൽ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ആളാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അവരുടെ വിധി ചിലപ്പോൾ ശരിയായിരിക്കാം.
ഈ ഒരു പ്രായത്തിൽ, ഇല്ലെങ്കിൽ കിച്ചുവിൻ്റെ ഈ പ്രായത്തിൽ, ഇല്ലെങ്കിൽ ആ റിതപ്പൻ്റെ ആ പ്രായത്തിൽ അവർക്കിതെല്ലാം അനുഭവിക്കേണ്ടി വന്നല്ലോ, ഇല്ലെങ്കിൽ കേൾക്കേണ്ടി വന്നല്ലോ. സഹായിച്ചവരെ തന്നെ തെറി വിളിക്കുന്നത് കാണുന്നതും അവർക്ക് തന്നെ കാണേണ്ടി വന്നു. ഒരുപക്ഷെ വീടുണ്ടാക്കിയവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തത് കൊല്ലം സുധിയുടെ മക്കളായ കിച്ചുവിനും ഋതപ്പനും വേണ്ടിയാണെന്ന്. പക്ഷെ പ്രശ്നങ്ങൾ തുടങ്ങിയത് രേണുവിൻ്റെ വായിൽ നിന്നായിരുന്നു, വീട് ചോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അത് പിന്നെ ഏറ്റുപിടിക്കുകയാണ് രേണുവിൻ്റെ അച്ഛനും ചെയ്തത്. ഒരുപക്ഷെ ചോർച്ച ഉണ്ടാവാം, പലതിലും തകരാറുണ്ടാവാം എന്ന് കരുതി സഹായിച്ചവരെ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. അത് കിച്ചു പറയുന്നുണ്ട്, അത് വേണ്ടായിരുന്നു, ചോർച്ചയുണ്ടെങ്കിലും അത് പറയേണ്ടായിരുന്നു എന്ന് തന്നെ ആയിരിക്കാം കിച്ചുവിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയോട് കിച്ചു സംസാരിക്കുകയും കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഒരു കാര്യം എടുത്തു പറയണം, വീട് ആർക്ക് വേണ്ടിയാണ് തയ്യാറാക്കി കൊടുത്തത് അവരിതുവരെ ഒന്ന് കുറ്റം പറഞ്ഞിട്ടില്ല. ആ ഒരു തിരിച്ചറിവ് പോലും മറ്റുള്ളവർ കാണിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വീണ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞത് അത് അവരുടെ വിധിയെന്ന്. സുജിയുടെ അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ എൻ്റെ അമ്മയും കൈവിടത്തില്ലെന്ന്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും. ഇനിയിപ്പോൾ അടുത്തത് വേറെ വിവാദം വരും. അതെ, ഈ മാറുന്നത് പറയുന്നവർക്കൊന്നും അറിയില്ല, ഈ ഒന്നും അറിയില്ല അവർക്കാർക്കും. ഞാൻ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. എന്നോട് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കാറുണ്ട്, ഇപ്പോഴും നിനക്ക് സുചേട്ടനെ ഇഷ്ടമായിരുന്നു അല്ലേ ചോദിക്കാറുണ്ട്. വരുമ്പോൾ സുചേട്ടൻ എന്നൊരു വാക്കുണ്ടായിരുന്നു, ഞാനുണ്ട് എന്നൊരു വാക്ക്. ഇവിടെയാണ് ചില കാര്യങ്ങളിൽ വീണയോട് യോജിക്കാൻ കഴിയാത്തത്. കാരണം മരിച്ചുപോയൊരു വ്യക്തിയാണ്. ഈ പറയുന്ന വാക്കുകളെല്ലാം സുധി എന്ന് പറയുന്ന മരിച്ചുപോയ ആ കലാകാരനെതിരെയാണ്. അവിടെ വീണയ്ക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഇത് പറയുന്നതെങ്കിൽ ഒരിക്കലും ആരും എതിർത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ വീണയുടെ ഈ ചോദ്യങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഈ തുറന്നു പറച്ചിലിന് സുധി എന്ന് പറഞ്ഞ കലാകാരന് മറുപടി പറയാൻ കഴിയില്ല. ആ ഒറ്റ കാരണമാണ് വീണയോട് പലർക്കും എതിർപ്പുള്ളത്. ഒരുപക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, കൊല്ലം സുധിയെ ഇനി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം മരണപ്പെട്ടു. ഇനി അദ്ദേഹത്തിൽ കുറ്റം ആരോപിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രയോജനമില്ലാത്ത കുറേ വാക്കുകളാണ്. കേട്ടിരിക്കുന്നവർക്ക് അതൊരു കഥയായിരിക്കാം, മറ്റു പലർക്കും, അതായത് കിച്ചുവിനും അവൻ്റെ അനിയനും അത് തീരാ വേദനയായിരിക്കാം. എന്തായാലും ഇവിടെ ചിന്തിക്കേണ്ടത്, സുധി എന്ന് പറയുന്ന കലാകാരൻ ഉള്ള സമയത്ത് വേണമായിരുന്നു ഇങ്ങനെയുള്ള തുറന്നു പറച്ചിൽ നടത്താൻ. അല്ലാത്ത പക്ഷം ഇതിനൊരു മറുപടി പോലും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കാരണം മറുപടി പറയേണ്ട ആള് ഇന്ന് ജീവനോടെ ഇല്ല. അത് ഓർത്താൽ നല്ലത്. എൻ്റെ വീട്ടിൽ ഇപ്പോഴും സുചേട്ടൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ല. ഫോട്ടോസുകളാണെങ്കിലും ഒന്നും കളഞ്ഞിട്ടില്ല. ഫോട്ടോസുകളെല്ലാം വീട്ടിൽ തന്നെയുണ്ട്. സുചേട്ടൻ മരിച്ച സമയങ്ങൾ അമ്മ ഇങ്ങനെ പോയി നോക്കിയപ്പം പറഞ്ഞ്, പുള്ളി ഞാനും കിടന്നിരുന്ന കട്ടിലെ തന്നെയാണ് ഞാൻ ആ സമയം കിടന്നുകൊണ്ടിരുന്നത്. അപ്പോഴും പറഞ്ഞു ഇത് കണക്ക് അതൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, അവസാനമായിട്ട് നമുക്ക് മേടിച്ച സാധനമല്ലേ. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് മാറ്റി, മരിച്ചൊരാളെ ഇതല്ലയോ, അപ്പോൾ അമ്മ പറയുന്നത് അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു, അങ്ങനെ മാറ്റണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കുറേ നാളത്തേക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ തുറന്നു പറച്ചിലൊക്കെ കാണുമ്പോൾ വീണ എന്ന് പറയുന്ന സ്ത്രീ കുറച്ചും കൂടെ ജെന്യൂൻ ആണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ വീണയ്ക്ക് ഒരു കുട്ടിയുണ്ട്, ഒരു ഹസ്ബൻഡുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്. ആ അവസരത്തിലൊക്കെ സുധിയെക്കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ സുധി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നിരിക്കണം. അത് തന്നെയാണ് വീണ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്, വിട്ടുപിരിഞ്ഞ് പോകുമ്പോഴായിരിക്കാം അവരോട് നമുക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതുതന്നെയാണ് വീണയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റുമായിരിക്കാം. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വന്ന് പറയുമ്പോൾ വീണയ്ക്ക് തന്നെയാണ് കുഴപ്പം, വീണയുടെ ഹസ്ബൻഡിന് തന്നെയാണ് കുഴപ്പം. അതൊന്നും നോക്കാതെ ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ ഒരുപക്ഷെ സുധി എന്ന് പറയുന്ന കലാകാരനുള്ള സ്നേഹം മാത്രമായിരിക്കില്ല, തുടർന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പലരും ഇടപെട്ടത് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ പല കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കാം. ഞാൻ വേറൊരാളുടെ ഭാര്യയാണ് ലീഗലി. പിന്നെ കുറെ പേര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കാശിന് വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, നിലവിൽ ഒരു ഭാര്യയും 2 മക്കളും അമ്മയും സഹോദരങ്ങളും ഉള്ള ഒരാളുടെ ഇൻഷുറൻസ് കാശ് എനിക്ക് എങ്ങനെയാണ്? നിങ്ങൾ ഔദ്യോഗികമായി അദ്ദേഹവുമായിട്ട് വിവാഹമോചനം നേടിയ ആളാണ്? നേടി. ഞാൻ അടുത്താളെ മാരേജ് ചെയ്തു, അതിലൊരു മകനും ഉണ്ട്. ഞാൻ അങ്ങനെ ആളുടെ ലീഗലി ഭാര്യയാണ്. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് മറ്റൊരാളുടെ ഭാര്യയായിട്ട് കഴിയുന്നു. പിന്നെ എങ്ങനെ കിട്ടും? 6 വർഷമായിട്ട്. അപ്പൊ എങ്ങനെ കിട്ടും എനിക്കറിയില്ല. ഇവിടെ വീണയുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പണത്തിന് വേണ്ടിയല്ല ഇക്കാര്യം ചെയ്യുന്നത്. പക്ഷെ അതിലും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ എന്ന രീതിയിലാണ് വീണ സംസാരിക്കുന്നത്. കാരണം പല ചോദ്യങ്ങളും വീണയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ രേണുവിൻ്റെ വാക്കുകൾ, അല്ലെങ്കിൽ രേണു ഇവരുടെ തന്നെ കൂട്ടുകാരോട് പറഞ്ഞ പല വാചകങ്ങളും അത് വീണയുടെ കാതുകളിലും എത്തിക്കാണുമായിരിക്കാം. അത് വീണ തുറന്നു പറയുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് വെച്ച് തനിക്കറിയാവുന്നൊരു സ്ത്രീ രേണുവിനെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ വീണയെ അറിയാമോ എന്ന് തിരക്കിയപ്പോൾ രേണുവിൻ്റെ മറുപടി തന്നെ അത് സുധിച്ചേട്ടൻ കല്യാണം കഴിച്ച വ്യക്തിയല്ല വീണ എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വീണ തന്നെ പറയുന്നുണ്ട്. അവിടെയൊക്കെ വീണ അപമാനിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് ഡിവോഴ്സായ വ്യക്തിയെക്കുറിച്ച് എന്തിന് രേഷ്മ എന്ന് പറയുന്ന രേണു അങ്ങനെ പറയണം? അവിടെ ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ പലരും തെറ്റിദ്ധരിക്കാം. ഇപ്പോൾ ഇത്രയും നാളും അവൻ്റെ കൂടെ ആയിരുന്നോ, നിയമപരമായിട്ട് കല്യാണം കഴിക്കാത്ത വ്യക്തിയായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് വരാം, ചിലപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് വരാം, ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്ന് വരാം. കാരണം അവിടെയൊക്കെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് സുധിയെയാണ് ആദ്യം കല്യാണം കഴിച്ചത്, ഇത്ര നാൾ സുധിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും വീണ നൽകിയിരുന്നത്. അതെല്ലാം തെറ്റാണ് എന്ന തരത്തിൽ രേണു പറയുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കണം, ഇല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്തവരെല്ലാം ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം
എന്ന തരത്തിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ആ വാശിയായിരിക്കാം ഒന്നും നോക്കാതെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാനുള്ള ധൈര്യം വീണയ്ക്ക് കൊടുത്തതും. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, രേണു അറിഞ്ഞ സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ, നിയമപരമായിട്ട് സുധിയുടെ രണ്ടാമത്തെ ഭാര്യ വീണ എന്ന് പറയുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു. വീണ ഇന്ന് രേണുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പൊതുമാധ്യമങ്ങളിൽ വന്ന് പറയത്തുമില്ലായിരുന്നു. ഇതെല്ലാം വരുത്തി വെച്ചത് രേണു തന്നെ ആണെന്നാണ് വീണയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. അദ്ദേഹത്തെ അവരെ കുറിച്ച് പറയുന്നില്ല, അവരെക്കാൾ സുന്ദരിയാണ്, അല്ലെങ്കിൽ അവരെക്കാൾ നന്നായി സംസാരിക്കുന്നു, ഭയങ്കര കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി എന്തിനു പോയി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരിക്കലും ഞാൻ തെറി പറയുന്നുണ്ടാവാം, എനിക്ക് അറിയില്ല. പക്ഷെ തെറി പറയുന്നതിനേക്കാൾ കൂടുതലും താങ്കളെ പിന്തുണച്ചുകൊണ്ട് താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് ഞാൻ കണ്ടത്. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? ശരിക്കും ഈ എന്നെക്കുറിച്ച് മോശം പറയുന്നവരോടായിട്ട് ഞാൻ നിങ്ങളെ ആരെയും ദ്രോഹിക്കാൻ വന്നിട്ടില്ല. പിന്നെ രേണുവിനെ ഞാൻ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. രേണുവിൻ്റെ കരിയർ രേണു നോക്കിക്കോട്ടെ, നോ പ്രോബ്ലം. എനിക്കതിനൊന്നും ഒരു വിഷയമില്ല. എനിക്കതിനകത്തൊരു ഈഗോ ഇല്ല, കുശുമ്പില്ല. പിന്നെ വന്നേക്കുന്ന ബിഗ് ബോസിലേക്ക് പോകാനുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു. ഒരിക്കലും ബിഗ് ബോസുകാർ വിളിച്ചാലും ഞാൻ പോകില്ല. എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേണ്ട. കൃത്യമായ ക്ലാരിറ്റിയാണ്, കൃത്യമായ ക്ലാരിറ്റിയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ബിഗ് ബോസ് വരാനും വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ഈ കിടന്ന് കാണിക്കുന്നതും ഒക്കെ. ഒരിക്കലും ഞാൻ ബിഗ് ബോസിൽ വരില്ല, ഇതെൻ്റെ വാക്കാണ്. അത് മറ്റുള്ള പ്രേക്ഷകരോട് ഒരിക്കലും ഒരു ഫെയിമും എനിക്ക് ആവശ്യമില്ല. അത് ചിലപ്പോൾ വീണയ്ക്ക് താല്പര്യം കാണത്തില്ലായിരിക്കും ബിഗ് ബോസിൽ പോകാൻ. പക്ഷെ താല്പര്യമുള്ള പലരും ഉണ്ട്. അതിനുവേണ്ടി അവർ കഠിന പ്രയത്നം വരെ ചെയ്യാറുണ്ട്. ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കുകയാണോ എന്ന് പലരും സംശയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും വീണയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, ബിഗ് ബോസിലോട്ട് പോകാനല്ല, അതുപോലെ തന്നെ പണം സമ്പാദിക്കാനല്ല, പിന്നെ എന്താണ്, പ്രശസ്തിയാണോ, അതും ആയിരിക്കാനല്ല ചാൻസ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ ആരോടൊക്കെ താൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തണം. പലരും രേണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയണം. രേണു കള്ളം പറയുകയായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ആ ഒരു വാശിയുടെ പുറത്ത് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഒരു വാണിംഗ് മാത്രം കൊടുത്തതാണ് ബ്രോ. ഞാൻ എങ്ങനെങ്കിലും നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, ഇവളുടെ സംസാരം നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, പേടിച്ചിട്ടെങ്കിലും നിർത്തുമല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷെ നിർത്തിയില്ല. പക്ഷെ അതിനുശേഷം കൂടുതലാണ്, എല്ലാം കൂടുതലായിരുന്നു. ഇന്നലെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളോട് മര്യാദയ്ക്ക് നിർത്തി പൊക്കോളാൻ പറ, ഇല്ലെങ്കിൽ അവളുടെ എല്ലാം ഞാൻ പുറത്ത് വലിച്ചിടും, അവൾ എന്തായിരുന്നു എന്നുള്ളത് പുറത്ത് വലിച്ചിടും, ഇടട്ടേന്നേ. എന്തായാലും വെല്ലുവിളിക്കാനാണ് ധൈര്യം. തീർച്ചയായിട്ടും വെല്ലുവിളിക്കാൻ വന്നത്. ഈ പുറത്തിട്ടു എന്നും പറഞ്ഞിട്ട് എൻ്റെ ശരീരത്തിൽ തട്ടുന്നത്, ഈ പറയുന്നവരെ ആരും അനിയന്മാരെയോ ചേട്ടന്മാരെയോ സഹോദരങ്ങളെയോ ഞാൻ ഇനി കെട്ടാനൊന്നും പോകുന്നില്ല. എന്തായാലും രേണുസൂതിയുടെ ജീവിതം വീണ്ടും വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ വീണ പറയുമെന്ന് അറിയത്തില്ല. പല കാര്യങ്ങളും എന്തായാലും തുറന്നു പറയും. ഒരുപക്ഷെ വീണ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, തൻ്റെ ജീവിതം തന്നെ ഈ വിധത്തിലാക്കിയത് രേണുവാണെന്നാണ്. രേണുവാണ് തന്നെയും സുധി എന്ന് പറയുന്ന കലാകാരനെയും തമ്മിൽ പിരിച്ചത്. അവൾ നിരന്തരം മെസ്സേജ് അയക്കുമായിരുന്നു. ആദ്യമൊന്നും തനിക്കറിയില്ലായിരുന്നു, പിന്നീട് താൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അതാണ് പിന്നെ ഡിവോഴ്സിലേക്ക് പോയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കുറേ കാര്യങ്ങൾ പലർക്കും അറിയത്തില്ലായിരുന്നു. ഒരുപക്ഷെ ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് സുധിക്ക് മാത്രമായിരിക്കും അറിയാൻ കഴിയുന്നത്. കാരണം സുധിയുടെയും വീണയുടെയും ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും ആയിരിക്കും കൂടുതലും അറിയാവുന്നത്. അതിലൊരാളെന്ന് ജീവനോടില്ല, മറുവശത്ത് മറ്റൊരാളെക്കുറിച്ച് ആരോപണങ്ങളും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാവുന്നത് രേണു തന്നെയാണ്. ഒരുപക്ഷെ രേണുവിന് വേണമെങ്കിൽ ഈ വിവാദങ്ങൾ ഉണ്ടാവാതെ നോക്കാമായിരുന്നു. ചിലപ്പോൾ അതിനുള്ള സമയം വൈകിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി രേണുവിന് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ എന്നും അറിയില്ല. എന്തായാലും വീണ പലതും തുറന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. രേണു എയറിലോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.